മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അസ്വസ്ഥതകൾക്കും നിഴൽ യുദ്ധങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക നേരിട്ട് ഇറാനിയൻ മണ്ണിൽ ആഞ്ഞടിച്ചിരിക്കുന്നു. ഇറാൻ ഭരണകൂടത്തിന്റെ കരുത്തനായ ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആസ്ഥാനം ഞായറാഴ്ച നടന്ന അതിശക്തമായ വ്യോമാക്രമണത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടതായി US സൈന്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ലോക ചരിത്രത്തെയും ഭൗമരാഷ്ട്രീയത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഈ സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട പ്രസ്താവനകൾ പ്രകാരം ഇറാനിയൻ സൈന്യത്തിന്റെ നട്ടലായി കണക്കാക്കപ്പെട്ടിരുന്ന IRGCക്ക് ഇനി ഒരു ആസ്ഥാനം പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ലോകത്തിലെ ഏറ്റവും ശക്തനായ സൈനിക ശക്തി അമേരിക്കയാണെന്നും IRGCക്ക് ഇനി ആസ്ഥാനമില്ല എന്നും സെൻട്രൽ കമാൻഡും വ്യക്തമാക്കി. കഴിഞ്ഞ 47 വർഷമായി അമേരിക്കൻ താൽപര്യങ്ങൾക്കും പൗരന്മാർക്കും നേരെ ഇറാൻ നടത്തിവന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടി വിശേഷിപ്പിക്കപ്പെടുന്നത്. 1000-ലധികം അമേരിക്കക്കാരെ കൊലപ്പെടുത്തിയ ചരിത്രമാണ് IRGCക്ക് ഉള്ളതെന്നും US ആരോപിക്കുന്നു. പാമ്പിന്റെ തലയർത്തു എന്ന അതിശക്തമായ ഭാഷയിലാണ് അമേരിക്ക ഈ നീക്കത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ബാലിസ്റ്റിക് മിസൈലുകളിലൂടെ പതിറ്റാണ്ടുകളായി ഇറാൻ ഉയർത്തുന്ന ഭീഷണി ഇല്ലാതാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ നേരിട്ടുള്ള ഉത്തരവനുസരിച്ചാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത്. ഈ ദൗത്യത്തിനായി അമേരിക്ക ഉപയോഗിച്ച ആയുധങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് ശത്രുരാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി കണക്കാക്കാം. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പറക്കാൻ കഴിയുന്ന B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്.